ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ പീസ് മസാല കറിയായിട്ടാണ് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ്. നമ്മൾ സാധാരണ ഈ ഗ്രീൻ പീസ് മസാല കറിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ കറിക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. കൂട്ടത്തിൽ ഞാനൊരു ചെറിയ ദോശ റെസിപ്പിയും കൂടി കാണിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഗ്രീൻ പീസ് മസാലയുടെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ദോശയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കാണണം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളൊന്ന് കാണണം. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓടുന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം കേട്ടോ. എങ്കിലാണ് ഞാനിടുന്ന ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പം നമുക്ക് ഈ നമ്മുടെ നമ്മുടെ ഗ്രീൻ പീസ് മസാല എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കാനായിട്ട് 3 സവാള, 3 പച്ചമുളക്, 2 തക്കാളി, 1 കുടം വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ സവാള ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്ക്വയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പച്ചമുളക് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തത്. വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ട് ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞെടുക്കാറുണ്ട്. തക്കാളിയും ഇതുപോലെ സ്ക്വയറായിട്ട് ഇതിങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ ഒരു ചെറിയ ബൗളിന് ഒരു ബൗൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തത്. ഈ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് സവാള ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ഇട്ടത്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ നമ്മുടെ തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതേ തക്കാളിയും നമ്മുടെ സവാളയും എല്ലാം നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടാറാനായിട്ട് നമുക്കൊന്ന് വെക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഈ ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വഴറ്റിയെടുത്ത എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം സവാള വഴറ്റിയ പാത്രത്തിലേക്ക് തന്നെ വീണ്ടും ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം ഇട്ട് ഇതൊന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നമ്മുടെ സാദാ മുളക് പൊടിയാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ ഇതിട്ട് നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ച മണം മാറണ വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മുളകെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഗ്രേവിയാണ് കേട്ടോ ഒഴിച്ചത്. ഇതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ല തിളയെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടത്. ഇനി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് സമയം അടച്ചു വെക്കാം.
മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കണം കേട്ടോ. ഇപ്പോൾ ഇതേ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വീണ്ടും സിമ്മിലിട്ടിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ഗരം മസാല പൗഡറാണ് ഇട്ടത്. ഇതുമിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലെയിം ഓഫാക്കിയേക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ അടുപ്പിൽ ഒരു ദോശക്കല്ലാണ് വെച്ചത്. ഇത് ചൂടായപ്പോൾ ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലാണ് കേട്ടോ തേച്ച് കൊടുത്തത്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മാവ് കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഈ ഒരു കയ്യിൽ കോരിയെടുത്ത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ല തിന്നായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചുകൂടി കോക്കനട്ട് ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ വശവും കൂടി ഒന്ന് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ സൈഡും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെടുത്ത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശയും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ഗ്രീൻ പീസ് മസാല കറിയും കൂടി ഉള്ള കോമ്പിനേഷൻ ഇല്ലേ, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും കണ്ടില്ലേ നമ്മൾ ഈ ഗ്രീൻ പീസ് മസാല എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. വളരെ സിമ്പിൾ ആണല്ലേ ഉണ്ടാക്കാൻ, അധികം സമയമൊന്നും ആവശ്യമില്ല അല്ലേ. പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ മസാല ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കണതിനേൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ കൂട്ടത്തിൽ ഞാനൊരു ദോശ റെസിപ്പി ഇപ്പോൾ കാണിച്ചല്ലോ. അപ്പോൾ അത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നാലും അറിയാത്ത കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതും കൂടിയും കാണിച്ചത്. ഇന്ന് നമ്മുടെ വീട്ടിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഈ ഗ്രീൻ പീസ് മസാല കറിയും ഗോതമ്പ് ദോശ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഗോതമ്പ് ദോശയുടെയും കൂടിയും റെസിപ്പി ഒന്ന് ജസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും കൂടിയും ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.